ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേൾഡ് മാപ്പിൽ വരുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ഇത് എന്താണ് എന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ വേൾഡ് മാപ്പിൽ അടയാളപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇവ എന്താണെന്ന് നോക്കാം. നോർത്ത് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന പിക്ചറിൽ നമുക്ക് അറിയാൻ പറ്റും. നോർത്ത് എന്ന് പറയുന്നത് മുകളിൽ കാണുന്നതാണ്, സൗത്ത് താഴെ വരുന്നതാണ്, വെസ്റ്റ് ഇടതുഭാഗത്ത് വരുന്നതാണ്, ഈസ്റ്റ് വലതുഭാഗത്താണ് വരുന്നത്. നോർത്തിൻ്റെ മലയാളം അർത്ഥമാകുന്നു വടക്ക്, നോർത്തിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളം വാക്കാകുന്നു ഉത്തര ദിക്ക്. ഓക്കെ, നോർത്തിൻ്റെ മലയാളം വാക്കാകുന്നു വടക്ക് ദിശ, നോർത്തിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളം വാക്കാകുന്നു ഉത്തര ദിക്ക് എന്ന് പറയുന്നത്. അതുപോലെ സൗത്തിൻ്റെ മലയാളം എന്ന് പറയുന്നത് നമുക്കറിയാം തെക്കെന്നാണ്, അതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളമാകുന്നു ദക്ഷിണം. ഓക്കെ, അല്ലെങ്കിൽ ദക്ഷിണ ദിശ, ദക്ഷിണ ദിക്ക് എന്നൊക്കെ പറയും. വെസ്റ്റിൻ്റെ മലയാളം വാക്കാകുന്നു പടിഞ്ഞാറ്, അതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളം വാക്കാകുന്നു പശ്ചിമം. ഈസ്റ്റിൻ്റെ മലയാളം വാക്കാകുന്നു കിഴക്ക്, അതിൻ്റെ ക്ലാസിക്കൽ മലയാളമാകുന്നു പൂർവ്വം. ഓക്കെ, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഉത്തരാർദ്ധ ഗോളം എന്ന് പറയും, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ദക്ഷിണാർദ്ധ ഗോളം എന്ന് പറയും, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ പശ്ചിമാർദ്ധ ഗോളം, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ പൂർവാർദ്ധ ഗോളം. ഇങ്ങനെയാണ് ഇതിൻ്റെ മലയാളം മീനിങ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ മലയാളം മീനിങ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വേൾഡ് മാപ്പിൽ ഉത്തരാർദ്ധ ഗോളവും ദക്ഷിണാർദ്ധ ഗോളവും വരുന്നത് എന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ വേൾഡിൻ്റെ മാപ്പ്. ഈ വേൾഡിൻ്റെ മാപ്പിലൂടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ട് പോകുന്ന, അതായത് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിനെ വെച്ച് നമ്മളിങ്ങനെ ഈ വേൾഡ് മാപ്പിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലും താഴെയുമായിട്ട് രണ്ട് ഭാഗങ്ങൾ കിട്ടും. ആ മുകളിൽ കാണുന്ന ഭാഗമാണ് ഉത്തരാർദ്ധ ഗോളം, താഴെ കാണുന്ന ഭാഗമാകുന്നു ദക്ഷിണാർദ്ധ ഗോളം. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന വേൾഡ് മാപ്പിനെ ഈ കാണുന്നത് പോലെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡൽ ലൈനിലൂടെ കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. ആ വെർട്ടിക്കലായിട്ട് അതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും രണ്ട് പോർഷൻസ് കിട്ടും. ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ നമ്മൾ പറയുന്നത് പശ്ചിമാർദ്ധ ഗോളം എന്നാണ്. ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ പറയുന്നത് പശ്ചിമാർദ്ധ ഗോളം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. റൈറ്റ് സൈഡിലുള്ള പോർഷൻ പറയുന്ന പേരാകുന്നു പൂർവാർദ്ധ ഗോളം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ വേൾഡ് മാപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്ന് നമുക്ക് ഈ പറയുന്ന നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇതൊക്കെ വെച്ച് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലാണ് വരുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്, അതുപോലെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് ഇന്ത്യ വരുന്നത്. ദെൻ ഈ കാണുന്ന 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിന്നും, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ നിന്നും നമുക്ക് മുകളിലേക്കും താഴത്തേക്കുമായിട്ട് ഇതിൻ്റെ നോർത്ത് സൗത്തിൽ വരുന്ന നമ്പേഴ്സ് നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിന്നും മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 1 ഡിഗ്രി നോർത്ത്, 2 ഡിഗ്രി നോർത്ത്, 3 ഡിഗ്രി നോർത്ത്, 4 ഡിഗ്രി നോർത്ത്, അപ് ടു 90 ഡിഗ്രി നോർത്ത് വരെ നമുക്ക് അവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. ദെൻ താഴത്തേക്ക് വരുമ്പോൾ 1 ഡിഗ്രി സൗത്ത്, 2 ഡിഗ്രി സൗത്ത്, 3 ഡിഗ്രി സൗത്ത് ഇങ്ങനെ വന്ന് 90 ഡിഗ്രി സൗത്ത് വരെ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമുക്ക് ഈ പറയുന്നത് പോലെ നമ്പേഴ്സ് അടയാളപ്പെടുത്താവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വെർട്ടിക്കൽ ലൈൻസ് വേണം നമ്മളിങ്ങനെ വരച്ച് പോകാൻ. ലെഫ്റ്റ് സൈഡിലേക്ക് 0 ഡിഗ്രി പ്രൈം മെറിഡിയനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് നമുക്ക് 1 ഡിഗ്രി വെസ്റ്റ്, 2 ഡിഗ്രി വെസ്റ്റ്, 3 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്കത് 180 ഡിഗ്രി വെസ്റ്റ് വരെ നമുക്ക് അവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയിൽ നിന്നും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് നമുക്കിങ്ങനെ വരച്ച് പോകാം. വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കല്ലേ, അപ്പോൾ 1 ഡിഗ്രി ഈസ്റ്റ്, 2 ഡിഗ്രി ഈസ്റ്റ്, 3 ഡിഗ്രി ഈസ്റ്റ്, അപ് ടു 180 ഡിഗ്രി ഈസ്റ്റ് വരെ നമുക്കിവിടെ അടയാളപ്പെടുത്തി പോകാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്രം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ വേൾഡ് മാപ്പിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡിൻ്റെ ലൈൻസ് ആകുന്നു ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതുപോലെ അന്റാർട്ടിക് സർക്കിൾ. 23.5 ഡിഗ്രി നോർത്തിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. വേൾഡ് മാപ്പിൽ കേരളത്തിൻ്റെ പൊസിഷൻ എന്നത് 8 ഡിഗ്രി 18 മിനിറ്റ് നോർത്ത് ടു 12 ഡിഗ്രി 48 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്രം 74 ഡിഗ്രി 52 മിനിറ്റ് ഈസ്റ്റ് ടു 77 ഡിഗ്രി 24 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്.